ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ട പോലെ ഒരു ഷർട്ട് വെച്ചിട്ടാണ് കേട്ടോ ഒരു ടോപ്പ് അടിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ക്രിസ്തുമസിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ സ്കൂളുകളിൽ, ലാസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ, അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തടിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഷർട്ട് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ടോപ്പ് മിന്നൂസിന് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെയാണ് അടിക്കുന്നതെന്നൊക്കെ നമുക്ക് നേരെ ഫുൾ വീഡിയോ കണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ ഷർട്ടൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കി ബട്ടൺസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് പോകുന്ന ആളൊരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിപ്പമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും അനുസരിച്ചിട്ടാണ് എടുക്കുന്ന ആ കുട്ടികളെ വലിപ്പം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മിന്നൂസിൻ്റെ ഒരു അളവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിനനുസരിച്ചിട്ട് അളന്നിട്ട് വെട്ടാമെന്ന് വിചാരിച്ചത്. എന്നതിന് ശേഷം നമുക്ക് ഇനി ഇതങ്ങനെ നീർത്തിട്ടിട്ട് കോളർ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ആക്കിയിട്ട് ഇടട്ടെ, അങ്ങനെ മടക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. നേരിട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ റെഡിക്ക് ഇട്ടിട്ടാണ് കേട്ടോ. ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോണ ഷർട്ടാണെന്നുണ്ട് വെച്ചെങ്കിൽ പിൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോ പിന്നിങ്ങനെ കുത്തി കൊടുക്കുക, അപ്പോൾ ഇങ്ങനെ ഇളകി പോണേന് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിന്നൂസിന് ഞാൻ അളവെടുത്തിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊക്കെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് ഒരു അരഞ്ചോ ഒരിഞ്ചോ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അളന്നിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കോളർ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു വി ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം ഞാൻ അളവിനനുസരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് എടുത്ത് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്തൊക്കെ ഇട്ട് കൊടുത്ത് ചെസ്റ്റിൻ്റെ അളവൊക്കെ അങ്ങനെ എടുത്തിട്ട് വരഞ്ഞ് അതിൽ നമ്മളിങ്ങനെ കറക്റ്റാക്കി മാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ അളന്നതിന് ശേഷം ഇങ്ങനെ നേരെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ആയാലും ഇനി വേറെ എന്തെങ്കിലും പ്രോഗ്രാം എന്തിനു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയൊരു ഷർട്ട് ഉണ്ട് വെച്ചെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം കുട്ടികൾക്ക് ഇടാൻ പറ്റിയതൊക്കെ ആവട്ടെ. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബട്ടൺസ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു അളവിൽക്ക് തന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ കൈ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ ഷർട്ടിൻ്റെ കൈ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അടിക്കണമെന്നൊക്കെ നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ ഫ്രണ്ട് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ലേസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. ബട്ടൺസ് ഊരിയിട്ടൊന്നും വെക്കരുത് കേട്ടോ, അപ്പോൾ പിന്നെ ആകെ അളവൊക്കെ ആകെതായി പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലേസാണ് കേട്ടോ ഞാൻ അതുമ്പോൾ വെച്ച് കൊടുക്കണം. അതിൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാട്ടോ. അതൊന്നും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കഴുത്ത് രണ്ട് ഭാഗവും ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉള്ളിക്കാക്കിയിട്ട്. എന്നതിന് ശേഷം ആ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ലേസ് വെച്ചിട്ട് മുകൾ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പതിച്ചിട്ട്. രണ്ട് ഭാഗത്തും അടിഭാഗത്തും മേൽഭാഗത്തും ആയിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര വേണമെന്നുള്ളതിന് അളന്നതിന് ശേഷം ഞാൻ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലും വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്ത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ബട്ടൺസ് ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആട്ടോ. ഒരു ബട്ടൺസ് ഉണ്ടല്ലോ അതിങ്ങനെ തുറന്നിട്ടിട്ട് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ക്ലോസ് ആക്കിയിട്ട് അടിക്കാൻ പോവാണ്. ഇതുപോലെ ഇങ്ങനെ ബട്ടൺസിൻ്റെ അപ്പുറത്താക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വിട്ട് പോവാതിരിക്കാൻ ഇതിനൊക്കെ ഒന്ന് നല്ലതാണ്. അങ്ങനെ അവിടേക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ക്ലോസ് ആക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ കഴുത്തൊക്കെ കൊള്ളാൻ എളുപ്പത്തിനായിട്ട് ഒരു ബട്ടൺസ് ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിലേക്കാണ് അടിക്കുന്നത്. അപ്പോൾ ആ ബട്ടൺസിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ വന്നിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ തൊട്ട അടി കൂടെ നേരിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ബട്ടൺസ് ഉള്ള കാരണം കൊണ്ട് തട്ടും അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ആയിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ട് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടിയിലത്തെ പോർഷൻ കൊണ്ട് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. മൊത്തം ക്ലോസ് ആക്കിയിട്ട് അടിക്കുന്നില്ല കേട്ടോ. അടിയിൽ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് വെച്ച് ബട്ടൺസ് ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ മൊത്തം അങ്ങനെ ഇതായി എടുക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അടിക്കരുത്, അടിയിലത്തെ പീസ് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടിയിലും ഇതുപോലെ ലേസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ രണ്ട് സൈഡും വെച്ച് കൊടുക്കുക, ഇപ്പുറത്തെ സൈഡും ആ സൈഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൂടി അടിച്ചെടുക്കട്ടെ. അതും ലേസ് വെക്കുന്നത് നമ്മൾ മേൽവശവും അടിവശവും പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി കാണാണ്ട്. അപ്പോൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ കൂട്ടി അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, മൊത്തം ലേസ് വെച്ച് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ
ശ്രദ്ധിക്കുക, ഇതുപോലെ എടുക്കണം. അങ്ങനെ ഇനി ഫ്രണ്ടത്തെ പണി കഴിഞ്ഞിട്ടോ, ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് ഫ്രണ്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് കൊള്ളില്ല എന്നൊന്നും വിചാരിക്കാൻ, നമ്മൾ ബട്ടൺസ് ഉണ്ടല്ലോ. ഇനി ബാക്ക് സൈഡാണ് കേട്ടോ. ആ ബാക്ക് സൈഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഉൾവശം പുറം വശം നല്ലോണം നോക്കിയിട്ട് റെഡിയാക്കിയിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി വി ഷേപ്പാട്ടോ ബാക്ക് സൈഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ക് വശം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കോർണർ വരുന്ന സമയത്ത് ഒന്ന് മടക്കിയിട്ട് വെച്ചാൽ മതി അവിടെ ലേസ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിക്കും കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു അളവിൽക്കായിട്ടാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ സംഭവം ലേസ് വെച്ച് നോക്കി നോക്കുമ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗി കാണാൻ കേട്ടോ. അപ്പോൾ ഇനി ഇല്ലാത്തവരുണ്ട് വെച്ചെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡെയിലി ഇടാനും മക്കൾക്കായാലും അങ്ങനെ ഷർട്ട് ഒന്ന് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അടിച്ചെടുത്താലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കോർണർ വരുന്ന സമയത്ത് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ലേസ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ഈ അടിയിൽ കാണുന്നൊരു പൈപ്പിംഗ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവിടെ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ലേസ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നേരത്തെ അടിച്ച പോലെ രണ്ട് സൈഡിലും മുകൾ വശത്തും അടിവശത്തും ആയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ലേസ്. അങ്ങനെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത് നേരെ നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ഒന്ന് ഷോൾഡർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്ക് വശം ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ രണ്ട് ഫ്രണ്ട് ബാക്കും ബാക്കിൻ്റെയും ഒരേപോലെ വെക്കട്ടെ. ഉൾവശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചതിന് ശേഷം ഷോൾഡർ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഷോൾഡറും അടിച്ചു കൊടുത്തിട്ട് എടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളല്ലേ, നമ്മൾ ഒരു നല്ലൊരു ശ്രദ്ധിക്കൊന്നുമില്ല, പെട്ടെന്ന് വലിച്ചെടുക്കല്ലേ ചെയ്യുക. കാരണം ഷോൾഡർ 2 ഭാഗവും നല്ലോണം കെട്ടിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയക്കും വേണ്ടിയിട്ട് അങ്ങനെ ലേസൊക്കെ വെച്ച് നോക്കിയതാണ്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കൈ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൈ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ കൈ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ കൈ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കൈ കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പരിപാടി. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കയ്യിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനും ഇങ്ങനെ ഒരു ഷർട്ട് കൊണ്ട് അടിക്കണത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മളിതൊന്നും നിച്ചല്ല വിചാരിക്കും, പക്ഷേ അറിയില്ലേ വയ്ക്കില്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ. നമ്മൾ എന്തൊരു കാര്യത്തിനുണ്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവില്ല തന്നെയാണ്. പക്ഷേ ഞാൻ അടിക്കുന്ന ആൾ തന്നെയാണ്. ഷർട്ട് വെച്ചിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടാ. അപ്പോൾ നമുക്ക് കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ബാക്കി ബാലൻസ് വന്നിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ഒപ്പത്തിനാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ രണ്ട് കൈയും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഞാൻ മൊത്തം അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഷേപ്പ് മൊത്തം 2 ഭാഗം തുറന്നിരിക്കല്ലോ, അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷേപ്പിലൊന്നല്ല അടിച്ചു പോകണത് കേട്ടോ. നല്ല ഒപ്പത്തിനായിട്ട് ഇങ്ങനെ ഒപ്പം വെച്ച് കറക്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് അടിച്ചെടുക്കുക ചെയ്യുക. എന്നതിന് ശേഷം ഷേപ്പാക്കിയിട്ട് അടിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ കറക്റ്റ് മിനുസിൻ്റെ അളവിനാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറുതായിട്ട് കേട്ടോ, ചെറിയൊരു ലൂസ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ടോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് മിന്നൂസ് ഇട്ടിട്ടുള്ളതാണ് കാണുന്നത്. അപ്പോൾ സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഷോപ്പ് ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്മസിന് കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അടിച്ച് നോക്കിയിട്ടാണ്. നല്ല അടിപൊളിയാണ്, നല്ല പൊളി ലുക്കായിട്ട് കണ്ട് നോക്കി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങൾ കൂടെ ഒപ്പം വേണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാതെ വരേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.